ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസ്യൂബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരിപ്പും ചീരയും കൂടെ കറി വെച്ചതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അപ്പം, ദോശ, റൊട്ടി ഇതിൻ്റെ കൂടെ എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കൂ. ഈ ഒരു പരിപ്പും ചീരയും കറി വെക്കാൻ ഞാനിതവിടെ ചീര എടുത്തിട്ടുണ്ട്. ഈ ചീര നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു പച്ച ചീര വെച്ചിട്ടാണ് ഞാനിവിടെ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അതാണ് ഇഷ്ടമായിട്ടും തോന്നിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചുവന്ന ചീര വെച്ചിട്ടും ഈ ഒരു കറി ചെയ്യാമായിരിക്കും. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ അതാ ഇലയൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. ചീരൻ്റെ ഇല ഒരു 400 ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം. പിന്നെ ഇതാ ഞാനൊരു അരമണിക്കൂർ മുന്നേ ഒരു കപ്പ് പരിപ്പ്, ഇതാ ഒരു കപ്പ് പരിപ്പ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചുവന്ന പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പരിപ്പ് നിങ്ങളെടുത്ത് ഏതാ ഉള്ളത് അതെടുക്കാം. അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുന്നത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ്. നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ടെടുക്കാം. ഒരു 3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. കൂടെ നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾക്കിതൊന്ന് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇതിലൊരു ടീസ്പൂൺ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇത് പൊങ്ങി പോകുന്നില്ല. ഇത് തിളച്ചാലൊരു പൊങ്ങി പോകലുണ്ടാവുമല്ലോ. അപ്പോൾ ടീസ്പൂൺ ഇട്ട് വെച്ചാൽ പൊങ്ങി പോകില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിൽ വരട്ടെ. ചിലർക്ക് 2 വിസിലൊക്കെ വന്നാൽ മതിയാകും. എനിക്ക് നല്ല പോലെ ഇവിടെ ഇക്കാക്കൊക്കെ പരിപ്പ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. പരിപ്പ് അവിടെ വെന്ത് വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. ഞാനിത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/4 സ്പൂണ് ചെറിയ ജീരകം. നമ്മൾ നല്ല ജീരകം എന്നൊക്കെ പറയില്ല, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ചെറിയ ജീരകം പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മാറിപ്പോകും എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ നല്ല ജീരകം ചെറിയ ജീരകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാളേൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഇവിടെ അതില്ലാത്ത കാരണം ഞാൻ സവാള എടുത്ത്. പിന്നെ അതാ ഞാൻ 1/2 സ്പൂണ് കാശ്മീരി പൗഡറാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ 1/4 സ്പൂൺ എടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ മൺചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതുപോലെ ഇതുപോലെ മൺചട്ടിയിലും ഉണ്ടാക്കാൻ നോക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം 5-8 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ചതച്ചെണ്ണ എടുക്കണം. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. പിന്നെ ഇതാ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ അതാ ഞാനൊരു വലിയ സവാള ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് ഞാൻ അതാ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒന്ന് തന്നെ എടുത്തോളൂ കേട്ടോ. ഞാൻ വലുതായത് കൊണ്ടാണ് പകുതി മാത്രം എടുത്തത്. ഇനി ഈ സവാളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മളെ ചാനലിൽ ഇതുപോലെ നല്ല ടേസ്റ്റി റെസിപ്പികൾ, ഈസി റെസിപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടോ. ഇതാ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീരൻ്റെ ഇല ഉണ്ടല്ലോ, ആ ഇല നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അല്ലേ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ചീരൻ്റെ ഇല നമുക്ക് വെന്ത് കിട്ടും. ഈ ഒരു ചീര പരിപ്പ് കറി ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ഒരു ഉണക്കലോ എന്തെങ്കിലും മതിട്ടാ. ആഹാ അടിപൊളിയാണ്. ചോറ് ഒരു പ്ലേറ്റ് ചോറ് നമ്മൾക്ക് കാലിയാക്കും, അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ അതാ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചീര പെട്ടെന്ന് വേവും. 2 മിനിറ്റ് തന്നെ മതി. അടച്ച് വെക്കണമെന്നില്ല, ഇങ്ങനെ ആയാൽ തന്നെ വെന്ത് കിട്ടും. എന്നാലും നമ്മൾക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചീര ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ അതാ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
2 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ചീരയിലെ ആ സവാളയും എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സവാളയും എല്ലാം വറ്റൽമുളകും വെളുത്തുള്ളി എല്ലാം കൂടി നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഇതാ നമ്മൾ ആ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുക്കറിലാണല്ലോ നമ്മൾ പരിപ്പ് വേവിച്ചത്. ആ കുക്കറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതാ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ തന്നെ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് നല്ല പോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ അരപ്പുണ്ടല്ലോ, അരപ്പ് കൂടി നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിള വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി എരിവൊക്കെ ഉണ്ടാവും, നമ്മൾ പച്ചമുളക് അരച്ചതാണല്ലോ, പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ടാവും. ഈ ഒരു കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കറി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതൊന്ന് തിള വരുവോളം ഒന്ന് നിൽക്കുക. ഇപ്പോൾ ഇതാ 1 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ നല്ല പോലെ നമ്മൾ കറി തിളക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചീര പരിപ്പ് കറി ഇവിടെ അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പത്തിൽക്കും ചോറിനൊക്കെ അടിപൊളിയാണ്, കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ ഇന്നത്തെ ഈ ഒരു കിടിലെ റെസിപ്പി ഇവിടെ ഇതാ സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. അത് ഞാൻ വെറുതെ പറയില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനും കഴിയും. നമ്മളിത് കടുക് വറുക്കുന്നൊന്നും ഇല്ല കേട്ടോ. നേരത്തെ കടുകൊക്കെ വറുത്തിട്ടാണല്ലോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു വറവൊന്നും ഇതിലേക്ക് ഇനി ആവശ്യമില്ല. ചൂടോട് കൂടി തന്നെ നമ്മൾക്കിതിന് സെർവ് ചെയ്യാം. അപ്പത്തിലേക്കും ചോറിലേക്കൊക്കെ നമ്മൾക്ക് ഇതെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ അതാ നമ്മളെ കിടിലം ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അടിപൊളിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.